നമസ്കാരം, ഞാൻ സതീഷ് മലപ്പുറമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ വീഡിയോ കാണാനായിട്ട് സമയം ചെലവഴിക്കുന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം എല്ലാവരുടെയും സമയത്തിനും വിലയുണ്ട്. വിലപ്പെട്ട സമയം എൻ്റെ ചെറിയൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് വലിയ സന്തോഷം. ഇതാണ് നമ്മുടെ കാര അമ്പലം കേട്ടോ. കാരമ്പലം, കാര അയ്യപ്പ ക്ഷേത്രം. പിന്നെ നമ്മുടെ വർക്ക് ഇവിടെയാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഈ പടിപ്പുരയും ഇത് ഉണ്ടാക്കിയെന്നല്ല, അത് കോൺക്രീറ്റാണ്. അതിൻ്റെ പ്ലാസ്റ്ററിങ്ങും ഈ മതിലിൻ്റെ പ്ലാസ്റ്ററിങ്ങൊക്കെ നമ്മളായിരുന്നു. ഇതിൽ ഈ താഴത്തെ ഭാഗമൊക്കെ നേരത്തെ ചെയ്തു വെച്ചിരുന്നതാണ് പ്ലാസ്റ്ററിങ്. അപ്പോൾ ഈ ടോപ്പ് നമ്മളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പുറത്തൊക്കെ തേച്ച കേട്ടോ. അങ്ങനെ കുറച്ച് വർക്കുകൾ, ഇത് പൂർണ്ണമായ അവകാശം പറയാൻ പറ്റില്ല അതിൽ. അതാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഭാഗത്താണ്. ഇവിടെ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇതാണ് ചെയ്യാൻ പോണത്. നമ്മുടെ അസിസ്റ്റൻ്റായിട്ട് നമ്മുടെ രാജപ്പൻ ചേട്ടനാണെന്നുള്ളത്. രാജപ്പൻ ചേട്ടൻ അതെ, സിമൻറ്റ് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുലിയാ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ വർക്ക് ചെയ്യണം ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണോ അതിപ്പോൾ വർക്ക് ചെയ്യണോ എന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവിടെയാണ് ചെയ്യാൻ പോണത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത വർക്കാണ് കേട്ടോ. ഇപ്പോൾ 10:10 ചായ പിടിക്കാൻ ഇറങ്ങാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ ഇതുപോലൊരു വണ്ടി വന്നപ്പോഴാണ് അടിമപ്പണി, അരി വറുത്ത പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങിയത്. ഇതാ നമ്മുടെ നാട്ടിൽ പറഞ്ഞ വേറൊരു ബസ്സാണ് കേട്ടോ. ബസ്സുകൾ ഇഷ്ടം പോലെ പാസ് ചെയ്ത് പോയി. അടുത്ത ബസ് വരുന്നുണ്ട്. ഒരു 3/4 മണിക്കൂർ ഇടവിട്ട് ഓരോ ബസ്സുകൾ വരും. SRJ അല്ലേ? അതെ പോണം SRJ. ഈ ബസ് ഒരു 20 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരും ഇങ്ങോട്ട്. ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഉത്സവമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് വർക്ക് ഉണ്ടായിരുന്നതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഹായ് പറഞ്ഞടാ. ഹായ് സുഹൃത്തിൻ്റെ മോനാ. അപ്പോൾ കാര അമ്പലം തൊട്ടുമ്പോഴൊരു പള്ളിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ ഗേറ്റാണ് കാണുന്നത്. ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങി ബസ് സർവീസ് തുടങ്ങും. വൈകുന്നേരം 7:30 വരെ ഉണ്ട് ബസ്. 5 ബസ് എന്തായാലും ഉണ്ട്. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ കിട്ടിയാണ്ട് 5 ബസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല സൗകര്യമുള്ള സ്ഥലമൊക്കെയാണ്. അത്യാവശ്യം വികസനമുള്ള നാട് തന്നെയാണ് അട്ടപ്പാടി. കുറച്ച് ഒതുങ്ങിയ സ്ഥലമാണെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. വഴിയുണ്ട്, വണ്ടികളുണ്ട്, കറണ്ടും വെളിച്ചവും വെള്ളവും എല്ലാം ഉള്ള നാട് തന്നെയാണ്. ചേട്ടായിട്ടോ, നമ്മുടെ കാര അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. എന്നും ഇവിടെ വന്നിട്ട് ഇവിടെ അടിച്ചൊക്കെ ഇവിടെ ചവറപ്പെട്ട ആലിൻ്റെ ഇലയൊക്കെ വീഴും. അപ്പോൾ ആ ഇലയൊക്കെ അടിച്ചു വാരി ഇവിടെ വിളക്ക് കത്തിക്കും. അപ്പോൾ നമ്മുടെ കാര അമ്പലം ചെയ്യുമ്പോൾ, അമ്പലത്തിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇതും കൂടി ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തണം തോന്നി. അപ്പം ഓക്കെ.